നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർഡുകൾ, സസ്പെൻഷന് ഇത് ബുദ്ധിമുട്ടാണ്. നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം ടീമിന് അത്യന്താപേക്ഷിതമാണ്. അപ്പം അതുകൊണ്ട് നെയ്മറോട് സംസാരിക്കും എന്ന് കോച്ച് കുക്ക. ഇന്ന് അത്ലറ്റിക്കോ പാരനീസുമായിട്ട് നെയ്മർക്ക് സസ്പെൻഷനായിരുന്നു, കളിക്കാൻ പറ്റിയില്ല. വലിയ ആധിപത്യം പുലർത്തിയ സാൻഡോസിന് ആ കളി 2-0 തോൽക്കേണ്ടി വന്നു. നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ കഥ മാറിയേനെ എന്ന് ആരാധകർ വിശ്വസിക്കുന്ന പോലെ കോച്ച് കുക്കയും വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള പ്രസ്താവന കാണിക്കുന്നതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, നെയ്മർ ജൂനിയറോട് സംസാരിക്കും. യെസ്, വി വിൽ ടോക്ക് അബൌട്ട് കാർഡ്സ്. ഈ കാർഡുകളെക്കുറിച്ചും സസ്പെൻഷനെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടാവുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്നത്തെ പോലെയുള്ള മത്സരങ്ങളിൽ. ഫോർ എക്സാമ്പിൾ, നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ടീമിന് ഗുണകരമായേനെ. സെർട്ടൻലി ഞങ്ങളുടെ ഫിനിഷിംഗ് പവർ കൂടുതൽ നല്ലതായേനെ. അത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി അല്ല, കൂടുതൽ ഷോട്ടുകൾ ഉതിർക്കുന്നു ഉള്ളതല്ല, ബട്ട് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ടീമിന് കൂടുതൽ ഷൂട്ടിംഗ് പവർ മികച്ച രൂപത്തിലേക്ക് വന്നേനെ എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. ഇത് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. നെയ്മർ ഇല്ലാതെ അവരെ കൊണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്നത്തെ തോൽവി എന്ന് പറഞ്ഞാൽ എതിരാളികൾ അത്ലറ്റിക്കോ പാരനീസാണ്, ലീഗിൽ മികച്ച രൂപത്തിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവരോട് ആധിപത്യം പുലർത്താൻ കഴിയുന്നു, പക്ഷെ ഗോളടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ തോൽവിയാണ് സാൻഡോസ് ഏറ്റുവാങ്ങിയത്. ഈ തോൽവിയോടുകൂടി 17ാം സ്ഥാനത്തേക്ക് വീണ് പോയിട്ടുണ്ട് സാൻഡോസ്. എന്ന് പറഞ്ഞാൽ നിലവിൽ റെലഗേഷൻ സോണിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നെയ്മറുടെ സാന്നിധ്യം ആവശ്യമാണ്. നെയ്മറുടെ കാർഡ് വാങ്ങലൊക്കെ അദ്ദേഹം പലപ്പോഴും റഫറിയുമായിട്ട് തർക്കിച്ചിട്ടോ മറ്റെന്തെങ്കിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കാർഡ് വാങ്ങുന്നത്, സസ്പെൻഷനൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം എന്ന് തന്നെ കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.